നമ്മുടെ ആരോഗ്യ മേഖല നമ്പർ 1 ആണ്. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറെ നാളുകളായി, പ്രത്യേകിച്ച് ഈ വർഷം, ആരോഗ്യ മേഖലയെ നമ്മൾ മൊത്തത്തിൽ ഒന്ന് വിലയിരുത്തി പരിശോധിച്ചാൽ ഏറ്റവും മോശമായ ഒരു കാലം ആരോഗ്യ മേഖലയിൽ കേരളത്തിന് നാളിതുവരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ ഈ വർഷം നമ്പർ 1 ആണെന്ന് പറയാതിരിക്കാൻ നിർവാഹം ഇല്ല. ധാരാളം വിഷയങ്ങൾ നമ്മൾ ഇതിനു മുമ്പും ചർച്ച ചെയ്തത് ആരോഗ്യ മേഖലയെ കുറിച്ചാണ്. ഇവിടെ ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം, ഇവിടെ ഈ രോഗമൊന്നും വ്യാപകമായി പണ്ടൊന്നും നമ്മൾ കേൾക്കുകയോ കാണുകയോ ബോധ്യപ്പെടുകയോ ചെയ്ത ഒരു രോഗമല്ല. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു വരുന്നത് സ്വാഭാവികമായും ശുചിത്വമില്ലായ്മ കൊണ്ടും മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാത്തത് കൊണ്ടുമൊക്കെ ഉണ്ടാകുന്ന അമീബായിൽ നിന്നും ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഈ മസ്തിഷ്ക ജ്വരം എന്നുള്ളതിനകത്ത് ആർക്കും രണ്ടഭിപ്രായമോ തർക്കമോ ഒന്നുമില്ല. ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്ന ഡോക്ടർ, അദ്ദേഹം ഈ രംഗത്ത്, ആരോഗ്യ രംഗത്ത് എല്ലാ വിഷയങ്ങളിലും സത്യസന്ധമായി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റു പലരും പ്രതികരിക്കും, അത് ചരടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്താത്ത രീതിയിലായിരിക്കും. പക്ഷേ നിഷ്പക്ഷമായി നിർഭയമായി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്, കേരളത്തിലാണ് കൂടുതലായി കാണുന്നത്, തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരത്തിലുള്ളതായി വലിയ റിപ്പോർട്ടുകളില്ല. അതിന് അദ്ദേഹം കണ്ടെത്തുന്ന മുഖ്യമായ ഒരു വിഷയം മാലിന്യമാണ്. ഇവിടെ നമ്മൾക്ക് മാലിന്യം ഏറ്റവും വേഗത്തിൽ പക്ഷേ മൂടിവെക്കാൻ കഴിയുന്നത് വെള്ളത്തിലാണ്. അപ്പോൾ ാണെങ്കിൽ ധാരാളം കുളങ്ങളും ജലാശയങ്ങളും സ്വിമ്മിംഗ് പൂളുകളും ഒക്കെ ഉള്ളതാണ്. ഇപ്പോഴുള്ള ഏറ്റവും വലിയ ഒരു പ്രത്യേകത, ഈ ഫ്ളാറ്റുകളിലെല്ലാം ഇപ്പോൾ കോമൺ സ്വിമ്മിംഗ് പൂളാണ്. അപ്പൊ അവിടെ നമ്മൾ ആ വെള്ളം പുറമേ കാണുമ്പോൾ വളരെ ശുദ്ധമായിട്ടൊക്കെ തോന്നുമെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ അവിടെ അമീബയുടെ ഒരു അംശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് കുട്ടികളിലാണ്, കൗമാരപ്രായക്കാരിലാണ് ഈ രോഗം കൂടുതലായി വരുന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. വന്നു കഴിഞ്ഞാൽ 37% മരണത്തിന് സാധ്യത രോഗമാണെന്ന് തീവ്രത, അതിന്റെ ഗൗരവം വളരെ വലുതാണ്. എന്നാൽ വളരെ പ്രായം ചെന്നവർക്കും ഈ രോഗം ഉണ്ടായി മരണപ്പെടുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തത് 84 വയസ്സും കോഴിക്കോട്ട് ഒരാളിന് 70 വയസ്സും ഒക്കെ ഉള്ള ഒരു പുരുഷനും സ്ത്രീയും ഒക്കെയാണ്. അപ്പൊ കുട്ടികളിലും കൗമാരക്കാരിലും മാത്രമല്ല, പ്രായം ചെന്നവരെയും എല്ലാം ഇത് ബാധിക്കാമെന്നുള്ളത് അനുഭവത്തിലൂടെ നമ്മൾ കണ്ടു ബോധ്യപ്പെട്ടിരിക്കുക. ഇവിടെ വിഷയം എന്താണ്? ഈ വർഷമാണ് ഇത് രൂക്ഷമായെങ്കിലും കഴിഞ്ഞ വർഷത്തിന്റെ ഏതാണ്ട് ഒരു അവസാനത്തോടു കൂടിയൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. ഈ വർഷം 36 മരണങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തു. ഏതാണ്ട് 160-165 പേരിൽ ഈ രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഓരോ ദിവസവും തലസ്ഥാന നഗരിയിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 ദിവസം കൊണ്ട് 4 മരണം. ഇത് ഏതാണ്ട് കോവിഡിനെ പേടിപ്പിക്കുന്ന പോലെയുള്ള ഒരു പേടി ആളുകളിൽ പടർത്തുന്നുണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ഇവിടെ രോഗലക്ഷണങ്ങൾ ഒക്കെ എല്ലാവരും പരസ്പരം പറയുന്നുണ്ട്. പക്ഷെ രോഗലക്ഷണമല്ലല്ലോ, ഇതിന്റെ ഒരു കൃത്യമായ ഒരു ഉറവിടം അത് നമുക്ക് എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ആകെ ആശ്വസിക്കാൻ കഴിയുന്നത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് നേരിട്ട് ഇത് പകരില്ല എന്നുള്ളത് വലിയ ദൈവഭാഗ്യം എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോ ഈ അമീബയിൽ നിന്നും ഒരു കുളത്തിൽ ഇത്തരത്തിലുള്ള ഒരു രോഗാണു ഉണ്ടായിക്കഴിഞ്ഞാൽ മൂക്കിലൂടെയും കർണപടങ്ങളിലൂടെയും ഒക്കെയുള്ള ചെറിയ നമ്മളുടെ ചർമ്മത്തിന്റെ നേരിയ പാളികൾ തുറന്ന് ഇത് നേരെ തലച്ചോറിൽ പോകും എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ഡോക്ടർമാർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ വേണ്ടി വരുന്നത് മുൻകരുതലുകളുണ്ട്. ആ മുൻകരുതലുകൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറം മുൻകരുതൽ കൊണ്ടൊന്നും രക്ഷപ്പെടാൻ കഴിയുകയില്ല. പക്ഷെ ഇതിന്റെ ഉറവിടം കണ്ടെത്തണം. ഇവിടെ നമ്മൾക്ക് ഏതെല്ലാം കാര്യങ്ങളിൽ ഗവേഷണം നടത്തി കണ്ടുപിടിക്കാനും ഭാവിയിൽ വരാൻ പോകുന്ന രോഗങ്ങളെ പോലും മുൻകൂട്ടി കണ്ടുപിടിച്ച് വരാതിരിക്കാനുള്ള വാക്സിനേഷനുകൾ എത്തിയിട്ടും കണ്ടുപിടിച്ചിട്ടും പ്രാവർത്തികമാക്കിയിട്ടുമുള്ള സംസ്ഥാനമാണ് നമ്മളെന്നാണ് വെപ്പ്.
പക്ഷെ നമുക്ക് ഈ വിഷയത്തിൽ എന്തുകൊണ്ട് അത്തരത്തിൽ ഒരു അന്വേഷണം, ഇതിന്റെ ഉറവിടം എന്താണ്, ആ ഉറവിടം കണ്ടെത്തിയാൽ എങ്ങനെ നമുക്ക് ഇതിനെ ശാശ്വതമായി പരിഹരിക്കാം, അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ചകളോ ഗവേഷണങ്ങളോ ഒന്നും നടക്കുന്നില്ല. എന്തിനേറെ പറയുന്നു, ഡോക്ടർമാർ ഇപ്പോൾ ഈ ഹോസ്പിറ്റലിലേക്ക്, നമ്മൾ മെഡിക്കൽ കോളേജിലേക്കൊക്കെ ഈ രോഗികളെ കൊണ്ട് എന്നാൽ അവിടെ സീനിയർ ഡോക്ടർമാര് എല്ലാവരും സമരത്തിലാണ്. ജൂനിയർ ഡോക്ടർമാർ അത്യാവശ്യം നോക്കിവിടുന്നതേ ഉള്ളൂ. ഈ രോഗമൊന്നും ജൂനിയറുടെ കൈകളിൽ നിൽക്കുന്നതുമല്ല. അപ്പോൾ ഈ ഡോക്ടർമാരുടെ, സീനിയർ ആയിട്ടുള്ള ഡോക്ടർമാരുടെ കഴിഞ്ഞ 1 മാസമായി നടക്കുന്ന സമരം പരിഹരിക്കാൻ പോലും ഉത്തരവാദിത്തപ്പെട്ട ഒരു വകുപ്പോ വകുപ്പ് മന്ത്രിയോ ഭരണമുന്നണിയോ ഒന്നും ഒരു തയ്യാറുമെടുക്കുന്നില്ല. മറിച്ച് മത്സരിച്ച് കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് ചെലവാക്കി അതിദാരിദ്ര്യരെ കണ്ടെത്തി എന്ന് പറഞ്ഞുള്ള പ്രഖ്യാപനങ്ങളാണ്. ജനങ്ങളോട് നീതി പുലർത്തുകയോ പറഞ്ഞ കാര്യങ്ങളിൽ വാഗ്ദാനം പാലിക്കുകയോ ജനങ്ങളോട് ഏതെങ്കിലും രീതിയിൽ നീതി പുലർത്തണമെന്നോ ഉള്ള ഒരു സംവിധാനം ഇങ്ങനെ നിഷ്ക്രിയമായിരിക്കുമോ? ഇവിടെ നമ്മളുടെ നാട്ടിൽ നോക്കൂ, ഏതെല്ലാം പുതിയ രോഗങ്ങൾ ഇവിടെയാണ് ആദ്യം വരുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഈ രോഗം ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞ് പുറം ലോകത്തേക്ക് നമ്മൾ രോഗങ്ങൾ, പുതിയ രോഗങ്ങൾ കണ്ടുപിടിച്ച് സംഭാവന ചെയ്യുന്ന ഒരു സംസ്ഥാനമായിട്ടും വേണമെങ്കിൽ നമ്മൾക്ക് അഭിമാനിക്കാം. നിപ വന്നത് ആദ്യം ഇവിടെയാണ്, അതും കോഴിക്കോട്ടാണ് ആദ്യം വന്നത്. അതുപോലെ ഇന്ത്യയിൽ ഒരുപക്ഷെ ആദ്യമായി കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിലാണ്. അപ്പോൾ അന്ന് അതിന് നമ്മൾ ന്യായം കണ്ടെത്തിയത് മലയാളികൾ ലോകം മുഴുവൻ സൃഷ്ടിച്ചു വരുന്നവരായതുകൊണ്ട് ഏതെങ്കിലും രാജ്യത്ത് നിന്ന് പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ ഇപ്പം വിദേശത്ത് നിന്ന് വന്നവർക്കൊന്നും അല്ലല്ലോ അമീബിക് ജ്വരം. നമ്മുടെ നാട്ടിൻപുറത്തെ കുട്ടികൾ, സിറ്റിയിലെ കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികളിലും നാട്ടിൻപുറത്തുള്ളവർക്കുമാണല്ലോ ഈ രോഗം. അവരാരും വിദേശയാത്ര കഴിഞ്ഞ് വന്നവരല്ലല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു രോഗം കണ്ടെത്തുമ്പോൾ അതിന് എന്തെങ്കിലും ന്യായം കണ്ടെത്തി മറ്റുള്ളവരിലോ മറ്റു രാജ്യങ്ങളിലോ അതിന്റെ ഉത്തരവാദിത്വം കൊണ്ട് വെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മുടെ നാട്ടിലെ കുളങ്ങളിൽ, നമ്മുടെ നാട്ടിലെ സ്വിമ്മിംഗ് പൂളുകളിൽ ഒക്കെ ഉണ്ടാകുന്ന ഈ രോഗം, അതിന്റെ കൃത്യമായ ഉറവിടം, അതെങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് കാര്യമായ ഒന്നും നടക്കുന്നില്ല. എല്ലാവരും പറയുന്നതും എല്ലായിടത്തും പറഞ്ഞു കേൾക്കുന്നതും ജാഗ്രത പാലിക്കുക, കുട്ടികൾ കുളത്തിൽ കുളിക്കാതിരിപ്പിക്കുക. ഇനി വേണ്ടി വന്നാൽ ഈ കുളത്തിലൂടെയാണ് ഇത് വരുന്നത് കൊണ്ട് കുളം നികത്താൻ നോക്കിയിരിക്കുന്ന മഹാന്മാർക്ക് ഇത് നല്ലൊരു മാർഗമാണ്. ഈ മണ്ണെടുത്തുകൊണ്ട് വന്ന് എവിടെയെങ്കിലും കുളം നികത്തി സ്ഥലം കയ്യേറണമെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ കേരളത്തിലെ അമീബിക് മസ്തിഷ്ക ജ്വരം ഇരിക്കാനുള്ള മുൻകരുതലായി സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി ആ കുളം ഞങ്ങളങ്ങ് നികത്തി. ഈ നികത്തിയ കുളത്തിൽ ഇനി ആരും വന്ന് കുളിക്കില്ലല്ലോ. ആരും വന്ന് കുളിച്ചില്ലെങ്കിൽ അമീബ വരില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് ഒരു പൊതുപ്രവർത്തനമല്ലേ, അതിന് ഒരു അവാർഡ് വല്ലതും ഉണ്ടെങ്കിൽ അതും നമ്മൾക്ക് നേടിയെടുക്കാമെന്ന് വരെ ചിന്തിക്കാൻ കഴിവുള്ള മിടുക്കന്മാരായ ആളുകളുള്ള നാടാണ് നമ്മുടെ നാട്. അപ്പോൾ അവിടെ ഈ മാലിന്യങ്ങൾ ആണ് ഇതിലെ മുഖ്യ വിഷയമെന്ന് ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അപ്പൊ അവിടെയും ആ പറഞ്ഞതിന്റെ ആ രീതിയിൽ ഒരു ഗവേഷണം നടത്തി, പഠനം നടത്തി ഉത്തരവാദിത്തപ്പെട്ടവർ അഭിപ്രായം പറയുന്നതിന് പകരം അദ്ദേഹം ഫേസ്ബുക്കിൽ അത് എഴുതിയാൽ അദ്ദേഹത്തിന്റെ പിതാവിനെയും പിതാമഹനെയും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ടും അദ്ദേഹം ഈ സർക്കാരിനെ ചീത്തയാക്കാൻ നടക്കുന്ന ആളാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നും ഇതുപോലെയുള്ള രോഗങ്ങൾ ഇല്ലേ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹത്തെ നിർത്തിമാക്കാൻ ശ്രമിക്കുക. അതായത് മൂലകാരണം കണ്ടെത്താൻ പാടില്ല, കണ്ടെത്തേണ്ട. നമ്മൾക്കിങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് മുന്നോട്ട് പോകാം. പാവപ്പെട്ടവരെന്ന് മാത്രം പറയാൻ പറ്റില്ല. കാരണം ഫ്ളാറ്റുകളിലെ സ്വിമ്മിംഗ് പൂളിൽ ഇത് വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ടവനല്ലല്ലോ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരൊന്നും അല്ലല്ലോ. അപ്പൊ ഇത് ദാരിദ്ര്യ മുക്തരോ അതിസമ്പന്നരോ എന്നുള്ള ഒരു വേർതിരിവ് അമീബയ്ക്കില്ല. അമീബയ്ക്ക് അവസരം കിട്ടിയാൽ അത് മൂക്കിലൂടെ കയറാൻ ആരെ കിട്ടിയാലും അത് കയറും. അപ്പോ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കൃത്യമായ ഗവേഷണങ്ങൾ, നമ്മളിപ്പോ പറയുന്നത് തിരുവനന്തപുരത്ത് തോന്നയ്ക്കലിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ നമ്മൾ ഉദ്ഘാടനം ചെയ്തു എന്നാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്യുകയോ അവിടെ വലിയ കെട്ടിടം വരികയോ ഒക്കെ ചെയ്യുന്നത് നല്ലത് തന്നെ, അല്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു ലക്ഷ്യമുണ്ടാകണം, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാകണം. അത് ഇത്തരത്തിലുള്ള രോഗങ്ങളെ തടയുവാനുള്ള മരുന്നുകൾ കണ്ടുപിടിക്കുകയോ അതല്ലെങ്കിൽ ടെസ്റ്റുകൾ നടത്തി അതിന്റെ വൈറസുകളെ കണ്ടെത്തുകയോ
അതിനെ എങ്ങനെ നശിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഗവേഷണം നടത്തുകയോ ചെയ്ത് ആളുകളെ പൂർണ്ണ ആരോഗ്യം, അതായത് ഹെൽത്ത് ഈസ് വെൽത്ത് എന്നൊക്കെയുള്ള ബോർഡുകൾ നമുക്ക് ഏത് ആശുപത്രിയിൽ ചെന്നാലും എവിടെ ചെന്നാലും ഏത് മന്ത്രിമാർ, ആരോഗ്യമന്ത്രി ആയാലും പറയുന്ന വാചകമാണ് ഹെൽത്ത് ഈസ് വെൽത്ത്. നല്ല വിളിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു മുദ്രാവാക്യമാണ്. പക്ഷെ ആ ഹെൽത്ത് എങ്ങനെ നമ്മുടെ ആളുകൾക്ക് കൃത്യമായി വലിയ സാമ്പത്തിക ബാധ്യതയൊന്നുമില്ലാതെ ആളുകൾക്ക് എങ്ങനെ ഈ ഹെൽത്ത് കൊടുക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു ഹെൽത്തി ഡിസ്കഷനോ അതുപോലെയുള്ള പരിപാടികളോ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ഇവിടെ ആരെ കുറ്റം പറയാൻ എന്നുള്ളതല്ല വിഷയം. എല്ലാവരിലും കുറ്റമുണ്ട്. ആ കുറ്റം സ്വയം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ സമസ്ത മേഖലകളിലുള്ളവരും ഇതിനെ ശാശ്വതമായി തടയുവാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഏതാണ്ട് 8-9 ദിവസം കൊണ്ട് ഈ അമീബ കയറിക്കഴിഞ്ഞാൽ, ആദ്യ ലക്ഷണങ്ങൾ വന്നാൽ ഒരു 8-9 ദിവസം കൊണ്ട് അത് ഗുരുതരമാകും എന്നാണ് പറയുന്നത്. അപ്പൊ സാധാരണഗതിയിൽ ചെറിയ പനിയോ ചെറിയ ജലദോഷമോ ചെറിയ വയറ്റുവേദനയോ തലവേദനയോ ഇതുപോലെയുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മലയാളികൾ ശ്രദ്ധിക്കാറില്ല. കുട്ടികളും ചിലപ്പോൾ പറയണമെന്നില്ല. അപ്പോൾ ഇവിടെ കൃത്യമായി ഇതിനെ എത്തിയിട്ടുള്ളവർക്ക് അത് കൂടുതലായി പടരാതെ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകാതെ നോക്കണം. ഒരാൾക്ക് പോലും ഇതിന്റെ ബാഹ്യലക്ഷണം പോലും തുടക്കത്തിൽ പോലും ഉണ്ടാകാതെ നമ്മൾക്ക് നോക്കണം. അങ്ങനെ വലിയ ഒരു കെട്ടിക്കിടക്കുന്ന വെള്ളം ഒരു വലിയ വിഷയമാണ്. ഇവിടെ നമുക്ക് മറ്റൊരു കാര്യമുള്ളത്, എവിടേക്കെങ്കിലും വേസ്റ്റ് മൊത്തത്തിൽ ഒഴുക്കി കളയണമെങ്കിൽ അത് ഇത്തരം കുളത്തിലോട്ടോ കായലുകളിലേക്കോ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഒക്കെ ഒഴുക്കി വിടുന്ന ഒരു പ്രവണതയുണ്ട്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അക്കാര്യത്തിൽ മുൻകൈയെടുക്കേണ്ടത്. അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ആരോഗ്യ വകുപ്പ് അതുപോലെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇക്കാര്യത്തിൽ കൃത്യമായി ഉണരണം. വെള്ളം കണ്ടാമിനേറ്റഡ് ആകാതിരിക്കാൻ വേണ്ടി ബ്ലീച്ചിങ് പൗഡർ കൊടുത്താൽ മാത്രം പോരാ, അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള രീതിയിൽ നമ്മുടെ ആശാപ്രവർത്തകരൊക്കെ എന്തായാലും സമരം തീർന്നു, അവർ സജീവമാണ്. ആ ആശാപ്രവർത്തകരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇനി ഒരു പുതിയ രോഗ റിപ്പോർട്ട് ചെയ്യാനോ ഒരു മരണം ഇനി പുതിയതായി അധികമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യാതോ ഉള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി എല്ലാ മേഖലകളിൽ നിന്നും കാര്യമായ പ്രവർത്തനം ഉണ്ടാകണം. ഡോക്ടർ ഹാരിസിനെ പോലെയുള്ള ഡോക്ടർമാരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് ഗവൺമെന്റും ജനങ്ങളും ഒക്കെ ഒന്നിച്ചു നിന്നിതിനെ നേരിടാൻ വേണ്ട ശ്രമങ്ങൾ നടത്തണം എന്നാണ് ജനങ്ങൾക്ക് വേണ്ടി പറയുവാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.